ത്രിത്വത്തെക്കുറിച്ച് ചോദിക്കുന്ന അനേകരുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നാണോ, ത്രിത്വമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇനി കൺഫ്യൂസ് ആകണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. വരുവിൻ, നാം ഭൂതലത്തിലെങ്ങും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഏതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. കാരണം മനുഷ്യൻ കഴിക്കരുതെന്ന് പറഞ്ഞ കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലവുമുള്ളത് ഓരോ വൃക്ഷവും തോട്ടത്തിൽ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. സ്ത്രീ പാമ്പിനോട് ചോദിക്കുന്നുണ്ട്, ഇത് തിന്നാൽ നിങ്ങൾ മരിക്കുമോ? 3-ാം അധ്യായത്തിൽ. അത് ഭക്ഷിച്ചോ, അവൾ ഭർത്താവിനും കൊടുത്തു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അതുകൊണ്ട് അവരാൽ അസാധ്യമേ ഒന്നുമില്ല. ഇന്നും ബുർജ് ഖലീഫ പോലും ഉണ്ടാക്കാൻ മനുഷ്യന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ 7-ാം വാക്യത്തിൽ ത്രിത്വം പറയുന്നു, വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന്